എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് റവ വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു ഹൽവ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ്, നമ്മൾ ഏത് കപ്പിനാണോ റവ എടുത്തത് ആ കപ്പിൻ്റെ ഇരട്ടി കപ്പ് വെള്ളം, സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ടത് അടച്ച് 1 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവയൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മിക്സ് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് റവയുടെ പാല് മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കൊന്ന് നെയ്യ് കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവയുടെ പാല് ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഹൈ ഫ്ലെയിമിൽ മീഡിയത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെക്കുക. റവ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ട കുത്തി വരും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് കട്ടയായി വരും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 5 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. ഇതിപ്പോൾ വളരെ ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെയായിട്ട് ഇരിക്കുകയുള്ളൂ. അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇളക്കി അവസാനം ഇത് നന്നായിട്ട് നല്ല പരുവത്തിനായിട്ട് വരും. അപ്പോൾ ഇത് ഈ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടിത് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം നെയ്യ് ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹൽവയ്ക്ക്. അപ്പോൾ അതൊന്ന് വീണ്ടും കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതായത് വീണ്ടും നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൊത്തത്തിലൊരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കുറുകി വരുന്ന സമയത്ത് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഈ പാനിൽ നിന്ന് ഇതേപോലെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അത് നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്.
ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ കുറച്ച് കാഷ്യൂസ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് നെയ്യൊന്നാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈവനായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നല്ല ലെവലാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് പുരട്ടിയ ഒരു സ്പൂൺ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ലെവലായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുക്കാനായിട്ട് ഒരു 3 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇത് തണുത്ത് വരണം. അപ്പോൾ ഇതാ നമ്മൾ റവയുടെ ഹൽവ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം വിട്ടുപോയി. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് വീണോളും. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ എടുക്കുന്ന ആ കത്തിയിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയിട്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള റവ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്